ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക്, ഒരു സിനിമാറ്റിക് ഫീൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന 5 സ്റ്റെപ്സ് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ഫോണിലെടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, ഷെയ്ക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കിത് എങ്ങനെ ഒരു സിനിമാറ്റിക് ഫീൽ ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. 5 സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, കുറച്ച് സ്പീഡ് കുറയ്ക്കാം. Ctrl+R ആണ് ഷോർട്ട് കട്ട്. നമ്മൾ ബിഗിനേഴ്സ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെ സ്പീഡ് നമുക്കൊരു 80% ആക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം, ഇത് 30 FPS ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒത്തിരി സ്പീഡ് കുറയ്ക്കുവാണെങ്കിൽ ഇത് വളരെയധികം സ്റ്റക്കായിട്ടും ചോപ്പി ആയിട്ടായിരിക്കും പ്ലേ ആകുന്നത്. നമുക്ക് FPS കുറിച്ച് കൂടുതൽ അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്. നമുക്കറിയാം, നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കുറേ ഫോട്ടോസ് അടുക്കി വെച്ചിട്ട് അത് പ്ലേ ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോ ആകുന്നത്. FPS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് വീഡിയോയിൽ എത്ര ഫോട്ടോസ് ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. 24 FPS വീഡിയോയിൽ ആ ഒരു സെക്കൻഡിൽ 24 ഫോട്ടോസ് കൂട്ടി വെച്ചാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. 60 FPS ഒരു സെക്കൻഡിൽ 60 ഫോട്ടോസ് അല്ലെങ്കിൽ 60 ഫ്രെയിംസ്, FPS ഫ്രെയിംസ് പെർ സെക്കൻഡ് 60 ഫ്രെയിംസ് കാണും. 120 FPS 120 ഫോട്ടോസ് കാണും. സോ നമ്മൾ 20 FPS വീഡിയോ നമ്മൾ കുറേ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ വീഡിയോ സ്ട്രെച്ച് ആകുമ്പോഴത്തേനും ആ ഒരു ഫ്രെയിംസ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് തമ്മിലിടയ്ക്ക് ഗ്യാപ്പ് വരും. ആ സമയത്ത് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വളരെ സ്റ്റക്കായിട്ടും സ്ലോ ആയിട്ടായിരിക്കും പ്ലേ ആകുന്നത്. ഇപ്പോൾ ഒരു 60 FPS എടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ സ്ലോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ആ വീഡിയോ സ്ട്രെച്ച് ആയാലും വലിയ ഗ്യാപ്പ് ആ ഒരു ഫ്രെയിംസിൻ്റെ ഇടയ്ക്ക് തമ്മിൽ വരുന്നില്ല, കാരണം അവിടെ 60 ഫോട്ടോസ് ഉണ്ട്. 120 FPS നമുക്ക് കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്രമാത്രം ഫ്രെയിംസ് അല്ലെങ്കിൽ ഫോട്ടോസ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. നമുക്ക് സ്മൂത്ത് ആയിട്ടൊരു വീഡിയോ കിട്ടും. ഇത് 30 FPS എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്ലോ ഡൗൺ ചെയ്യുന്നില്ല, ഒരു 80% നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്. നമുക്ക് ടൈം ഇൻ്റർപോളേഷൻ, ഫ്രെയിം സാമ്പിളിങ് മാറ്റി ഒപ്റ്റിക്കൽ ഫ്ലോ കൊടുക്കാം. ടൈം ഇൻ്റർപോളേഷൻ ഒപ്റ്റിക്കൽ ഫ്ലോ ആക്കി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫ്രെയിംസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൻ്റെ മുൻപും പുറകിലുമുള്ള ഫ്രെയിംസ് പ്രീമിയർ അനലൈസ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒപ്റ്റിക്കൽ ഫ്ലോ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടൊരു വീഡിയോ കിട്ടും. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം, വളരെയധികം ഷെയ്ക്ക് ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുത്താണ്, ഫോണിലെടുത്താണ്. വളരെയധികം ഷെയ്ക്കാണ്. ഈ ഒരു ഷെയ്ക്ക് മാറ്റി നമ്മുടെ വീഡിയോ കുറച്ച് സ്മൂത്ത് ആൻഡ് സ്റ്റഡി ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പ്രീമിയർ പ്രോയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എഫക്റ്റ് യൂസ് ചെയ്യാം. എഫക്ട്സിലേക്ക് പോകുകയാണെങ്കിൽ വാപ്പ് സ്റ്റെബിലൈസർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതാണ്. വീഡിയോ എഫക്ട്സിൻ്റെ താഴെ ഡിസ്റ്റോർട്ടിൻ്റെ താഴെ വാപ്പ് സ്റ്റെബിലൈസർ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഡ്രാഗ് ചെയ്ത് നേരെ വീഡിയോയിൽ കൊണ്ടിടാം. പക്ഷേ നമ്മൾ വീഡിയോയിൽ കൊണ്ടിടുമ്പോഴത്തേനും വാപ്പ് സ്റ്റെബിലൈസർ ആൻഡ് സ്പീഡ് കനോട്ട് ബി യൂസ്ഡ് ഓൺ എ സെയിം ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു വാണിംഗ് ഇവിടെ വന്നിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സ്പീഡ് മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഞാൻ Ctrl+Z അടിച്ചു, അൺഡു ചെയ്തു. ഈ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഒരു നെസ്റ്റഡ് സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ക്ലിപ്പിൽ കൊണ്ടിടാം. ഓക്കെ, അനലൈസിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കും. ഇനി നമുക്ക് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വാപ്പ് സ്റ്റെബിലൈസർ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മുടെ ആ വീഡിയോ അനലൈസ് ചെയ്യുന്നത് കാണാം. വാപ്പ് സ്റ്റെബിലൈസർ അനലൈസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്, സൈസ്, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പവറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റഡി ആയിട്ടൊരു വീഡിയോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ സ്ലോ ഡൗൺ ചെയ്തു. രണ്ടാമത് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്തു. മൂന്നാമത് നമുക്ക് വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാം. കളർ പാനലിലേക്ക് പോകാം. ഇവിടെ ലുമിട്രി കളർ, നമ്മുടെ ലുമിട്രി സ്കോപ്സ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നതാണ്. ഈ കളർ ഗ്രേഡിങ്ങിനെയും കളർ കറക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് അതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കുവാണ്. ഈ വീഡിയോ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ ബിഫോർ, ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. നമ്മൾ ഈ ഒരു വീഡിയോ ഫോണിലെടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം. ഒരു വീഡിയോ സംബന്ധിച്ച് ആ ഒരു വീഡിയോയ്ക്ക് ലൈഫ് കൊടുക്കുന്ന സൗണ്ട് എഫക്ട്സ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു വിൻഡിൻ്റെ സൗണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മഴ പെയ്യുന്നൊരു സാഹചര്യമായിരുന്നത്, കാർമേഘമൊക്കെ ഇവിടെ വന്നിരിക്കുന്നതാണ്. നമുക്കതുകൊണ്ട് ഈ ഇടിമിന്നലിൻ്റെ ശബ്ദമൊക്കെ കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് സൗണ്ട് എഫക്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻഡിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ഇടിമിന്നലിൻ്റെ ശബ്ദം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലിടാം. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മ്യൂസിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. നമ്മുടെ ആ സോഴ്സ് വിൻഡോയിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഐയും ഒയും യൂസ് ചെയ്ത് നമ്മുടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മ്യൂസിക് ഡ്രാഗ് ചെയ്ത് ആ ഒരു ടൈം ലൈനിലിടാം. ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഓഡിയോ ക്ലിപ്പ് മിക്സറിൽ പോയിട്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ആംബിയൻ സൗണ്ടില്ല, ആ ഒരു വിൻഡിൻ്റെ സൗണ്ട് കുറച്ച് വെക്കണം. എന്നിട്ട് ആ ഒരു ഇടിമിന്നൽ ശബ്ദം നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഞാൻ ഈ ഒരു ഓഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആ ഒരു കോൺസ്റ്റൻറ്റ് പവർ ട്രാൻസിഷൻ കൊടുക്കുവാണ്. വീഡിയോയുടെ എൻഡിങ്ങിലും നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കാം, ക്രോസ് ഡിസോൾവ് കൊടുക്കാം. ഞാൻ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് ബാർസ് കൊടുക്കാം. ആ ഒരു വൈഡ് സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ആ ബ്ലാക്ക് ബാർസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് എഫക്റ്റിൽ വരുവാണെങ്കിൽ ക്രോപ്പ് എന്ന് പറയുന്നൊരു എഫക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഡ്രാഗ് ചെയ്ത് ആ ക്ലിപ്പിലേക്ക് കൊണ്ടിടാം. നമുക്ക് ഇഫക്റ്റ് കൺട്രോൾസിൽ പോവുകയാണെങ്കിൽ ക്രോപ്പ് ഇഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിൽ 11 ഇതുപോലെ തന്നെ ബോട്ടത്തിൽ 11 കൊടുക്കാം. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ ലുക്ക് ആൻഡ് ഫീൽ തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ 5 സ്റ്റെപ്സ് ഉപയോഗിച്ച് തന്നെ വേറൊരു വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ഡ്രോൺ ഷോട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ സ്പീഡ് കുറച്ച് കുറയ്ക്കാം. Ctrl+R പ്രസ് ചെയ്തു. നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം, 60 FPS ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു 50% വരെ സ്പീഡ് കുറച്ചാലും നമുക്ക് വലിയധികം കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ടൊരു സ്ലോ മോഷൻ വീഡിയോ കിട്ടും. ഞാൻ ഇവിടെ ഒരു 75% അല്ലെങ്കിൽ 80% യൂസ് ചെയ്യുന്നുള്ളൂ. ഇഷ്ടമുള്ളത്രയും യൂസ് ചെയ്യാം. എന്നിട്ട് ടൈം ഇൻ്റർപോളേഷൻ മാറ്റി നമുക്ക് ഒപ്റ്റിക്കൽ ഫ്ലോ കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. നമ്മുടെ വീഡിയോ കുറച്ച് സ്ലോ ആയിരിക്കുന്നത് കാണാം. നമുക്ക് ഈ വീഡിയോ നെക്സ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം, വലിയ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചെറിയ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അത് റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് സ്മൂത്ത് ആകുന്നതാണ്. നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാം. ഈ ഇഫക്റ്റ് കൺട്രോളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ അനലൈസ് ആകുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് വീഡിയോ കളർ ഗ്രേഡ് ചെയ്യണം. നമുക്ക് കളർ ടാബിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ദ ബിഫോർ, ദിസ് ഇസ് ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. ഇനി നമുക്ക് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും ആഡ് ചെയ്യാം. ഞാൻ പ്രൊജക്റ്റ് പാനലിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ട്രാഫിക്കിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ വണ്ടി ഓൺ അടിക്കുന്ന കുറച്ച് സൗണ്ട് എഫക്റ്റ് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ട്രാഫിക്കിൻ്റെ സൗണ്ട് എഫക്റ്റ് കൊടുത്ത് നോക്കാം. ഞാൻ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി കുറച്ച് ഹോൺ അടിക്കുന്ന സൗണ്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലിടാം. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് മുമ്പ് യൂസ് ചെയ്ത അതേ മ്യൂസിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ് മിക്സർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ സൗണ്ട് എഫക്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വോളിയം ഓക്കെ, നമ്മുടെ ഇവിടെ വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആ ഒരു ഡിഫോൾട്ട് ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫൈനലായിട്ട് ആ ഒരു ബ്ലാക്ക് ബാർസ് ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ ഇഫക്റ്റിലേക്ക് വന്നിട്ട് ക്രോപ്പ് ഇഫക്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാം. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്ലിപ്പിലേക്ക് കൊണ്ടിടാം. ഇഫക്റ്റ് കൺട്രോളിൽ വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് കൊടുത്ത പോലെ തന്നെ ടോപ്പിൽ 11 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബോട്ടത്തിലും 11% കൊടുക്കാം. ഓക്കെ,
സോ നമ്മുടെ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളെ കാണിക്കാം. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എഡിറ്റ് ചെയ്ത ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു 5 സ്റ്റെപ്പ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് എത്രമാത്രം ഡിഫറൻസ് ആണ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന്. ആദ്യം നമ്മൾ വീഡിയോ സ്ലോ ഡൗൺ ചെയ്തു, എന്നിട്ട് വാർപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്തു, അതിനുശേഷം കളർ ഗ്രേഡ് ചെയ്തു, നാലാമത് നമ്മൾ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ മ്യൂസിക്കും ആഡ് ചെയ്തു. ആൻഡ് ഫൈനലി നമുക്ക് ആ ഒരു വൈഡ് ലുക്ക് കിട്ടാൻ വേണ്ടി, വൈഡ് സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ക്രോപ്പ് ഇഫക്റ്റും ആഡ് ചെയ്ത് മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് കൊടുത്തു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 സ്റ്റെപ്സ് യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.